നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുന്നേ ഞാൻ ദൃഷ്ടിദോഷത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ദൃഷ്ടിദോഷം വരുന്നതിനും ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ചെറിയ കാര്യം ഇതിലൊന്നും ചെയ്തിട്ടൊന്നും മാറുന്നില്ല, വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി എന്നോണം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വെള്ളിയാഴ്ചകളിൽ ഇവിടെ മഠത്തിൽ നടക്കുന്ന ശാക്തേയ പൂജകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരവസരമുണ്ട്. അപ്പോൾ അതിനായി താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി വയ്ക്കേണ്ടുന്ന ആഗ്രഹം കൂടെ ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കും കൂടി അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം എന്താണെന്ന് അറിയില്ലായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാള് മോശമായിട്ടുള്ള അല്ലെങ്കിൽ അസൂയാവഹമായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ നോട്ടത്തിലൂടെ വേറൊരാൾക്ക് ദോഷം വന്ന് ചേരുന്നതാണ്. അവരറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തില് നോക്കുന്നതായിരിക്കാം. പക്ഷെ അതിന്റെ ബാഡായിട്ടുള്ള ഫലം ആരെയാണോ നോക്കിയത് ആ ആള് അനുഭവിക്കുന്നതായിരിക്കും. പലപ്പോഴും ഈ ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ ദോഷം നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും വളരെ തീക്ഷ്ണമായിട്ട് ചില വൃക്ഷങ്ങളൊക്കെ കണ്ണു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ വന്നിട്ട് നല്ലതായിട്ട് പൂത്ത് കായ്ച്ചു നിൽക്കുന്ന മരങ്ങളെയൊക്കെ നോക്കിയിട്ട് അയ്യോ നന്നായിട്ട് കായ ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ഇതായോ, ഇല്ലെങ്കിൽ ഇത്രയും കായ്കളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകും. ഇവർ പോയി ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു വീഴും, കായ്കളെല്ലാം ഫലം എത്തുന്നതിന് മുന്നേ തന്നെ പൊഴിഞ്ഞു പോവും, ചിലപ്പോൾ ആ വൃക്ഷം തന്നെ നശിച്ചു പോവാറുണ്ട്. അപ്പോഴാലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ദൃഷ്ടിദോഷത്തിന്റെ ആ ഒരു ഈവിൾ എഫക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം തീക്ഷ്ണമാണെന്ന്. ഇതുപോലെ തന്നെ ചെടികളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ വന്ന് ചെടിയൊക്കെ മേടിച്ചുകൊണ്ട് പോകും. നമ്മൾ വളരെ നല്ല മനസ്സോട് കൂടി കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവർ കൊണ്ടുപോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചെടി മൂടോടെ നശിച്ചു പോകുന്നതായിരിക്കും. ഇതൊക്കെ ഈ ഒരു രീതിയിലുള്ള ദൃഷ്ടിദോഷം തന്നെയാണ്. ഇതുപോലെ നല്ല ഓനത്തുള്ള നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് ആയിരിക്കും, കറങ്ങി വീണ് അതിനെന്തെങ്കിലും അപകടം സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ഈ ഒരു ദൃഷ്ടിദോഷത്തിന്റെ നെഗറ്റീവ് ഫലങ്ങളാണ്. ഇനി ചിലപ്പോഴൊക്കെ കുട്ടികളൊക്കെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ പുറത്തൊക്കെ എന്തെങ്കിലും ഒരു ആൾക്കാരൊക്കെ ഒരുപാട് കൂടുന്ന ഒരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ടൊക്കെ നമ്മൾ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാലോ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ബോഡി സകലമാന പാർട്സിലും ഭയങ്കര പെയിന്. ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങ് ക്ഷീണിച്ച് അങ്ങ് ഉറങ്ങിപ്പോവും അത്രയ്ക്കും. പിന്നെ പഠിക്കാനൊന്നും ഉള്ള ഒരു ശക്തിയോ ഒന്നും കിട്ടത്തില്ല. ഇതെല്ലാം ഈ ഒരു ഈവിളായി അല്ലെങ്കിൽ ഒരു കണ്ണീർ ദോഷം കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകളാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുമ്പോഴൊക്കെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ രീതിയിൽ ചെയ്യാവുന്ന ദൃഷ്ടിദോഷത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവർക്ക് അതും കൂടെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പഴമക്കാർ പറഞ്ഞ് വാമൊഴിയായിട്ടും അല്ലെങ്കിൽ എഴുതി വെച്ച രീതിയിലും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് ദൃഷ്ടിദോഷത്തെ പരിഹരിക്കുന്ന മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഫലപ്രാപ്തിയുള്ള ദൃഷ്ടി ദുർഗ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ദൃഷ്ടിദോഷം ഒഴിഞ്ഞു പോകുന്നതിന് ഇതിലും ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രം ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മന്ത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അല്പം കുങ്കുമം എടുത്ത് ഒരു ഇലക്കീറിലോ അല്ലെങ്കിൽ ഒരു തളികയിലോ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നമ്മുടെ മോതിര വിരൽ, നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കുളിച്ച് ശുദ്ധിയായി വന്നിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. നമ്മുടെ മോതിര വിരൽ കൊണ്ട് ഈ കുങ്കുമത്തെ നമ്മളിങ്ങനെ സ്പർശിക്കണം. സ്പർശിച്ച് വെച്ചുകൊണ്ട് 108 തവണ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടതാണ്. അപ്പോൾ മന്ത്രം എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം. അപ്പോൾ ഈ മന്ത്രം ജപിച്ച് 108 തവണ ഈ കുങ്കുമത്തിൽ തൊട്ട് ജപിച്ചു കഴിഞ്ഞാൽ ആ കുങ്കുമം നിങ്ങൾക്കും നെറ്റിയിലണയാം. അതുപോലെ തന്നെ വീട്ടിൽ ആർക്കാണോ ഈ പറഞ്ഞ ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുള്ളത് ആ ആളിനും നെറ്റിയിൽ അണിയാൻ വേണ്ടിയിട്ട് കൊടുക്കാം.
ഈ ജപിച്ചു വെച്ചിരിക്കുന്ന ഈ കുങ്കുമം നിത്യവും നെറ്റിയിൽ അണിയുന്നതും അതുപോലെ തന്നെ ഇത്തരം പുറത്തോട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഇട്ടുകൊണ്ട് പോകുന്നത് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ടായാൽ അത് മാറിപ്പോകുന്നതിനും ഒക്കെ സഹായകരമാണ്. ഇനി ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ തന്നെയും വളരെ കടുത്തതായിട്ടുള്ള ദൃഷ്ടിദോഷം നമ്മളെ വീടിനെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെയോ ബാധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കർമ്മിയെ വിളിച്ച് ദൃഷ്ടി ദുർഗാ ഹോമം എന്ന് പറയുന്ന ഒരു ഹോമമുണ്ട്, അത് ചെയ്യിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്താണെന്നാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ഓം ഹ്രീം ധും ദുർഗേ ഭഗവതി മനോഗൃഹ മന്മഥ മദജിഹ്വാ പിശാചി രുത് സാധയോത് സാധയ ഹിതദൃഷ്ടി അഹിതദൃഷ്ടി പരദൃഷ്ടി സർപ്പദൃഷ്ടി സർവദൃഷ്ടി വിഷം നാശയ നാശയ ഹും ഫട്ട് സ്വാഹ. അപ്പോൾ ഞാൻ മന്ത്രം നിർത്തി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാനിവിടെ മന്ത്രം എഴുതി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് വച്ച് ജപിച്ചാൽ മതിയാവും. കാണാതെ പഠിച്ച് ചൊല്ലാൻ കഴിയുന്നവർക്ക് അങ്ങനെ കാണാതെ പഠിച്ചും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇത് തെറ്റാതെ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ മാസത്തിൽ ഒരു തവണ വീതം ഇത് ചെയ്ത് ഒരു പാത്രത്തിലോ ടിന്നിലോ ആക്കി നിങ്ങൾക്ക് പൂജാമുറിയിൽ തന്നെ ഈ ഒരു കുങ്കുമം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിത്യവും കുട്ടികൾക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മന്ത്രം ഒന്നുകൂടെ പറയുകയാണ്. ഓം ഹ്രീം ദും ദുർഗേ ഭഗവതി മനോഗൃഹ മന്മഥ മദജിഹ്വാ പിശാചീരുത് സാധയോത് സാധയ ഹിതദൃഷ്ടി അഹിതദൃഷ്ടി പരദൃഷ്ടി സർപ്പദൃഷ്ടി സർവദൃഷ്ടി വിഷം നാശയ നാശയ ഹും ഫട്ട് സ്വാഹ. അപ്പോൾ മന്ത്രം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദൃഷ്ടി മാറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.